ഇന്നെൻ്റെ ഒരു മോർണിംഗ് വ്ളോഗ് കണ്ടാലോ? അപ്പം 2 ദിവസമായിട്ട് തുടങ്ങിയ ശീലമാട്ടോ നട്ട്സൊക്കെ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞാൻ ആൽമണ്ട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കും. പിന്നെ കഴിക്കാനുള്ള നട്ട്സും ഇതേപോലെ പാത്രത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അതാകുമ്പോൾ രാവിലെ കഴിക്കാൻ മറക്കൂല്ല, പിന്നെ മടിയും ഉണ്ടാവില്ല. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും മക്കൾക്കും ഒക്കെ ഹസ്ബൻഡിനും ഒക്കെ കൂടിയാണ്. പിന്നെ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എണീച്ചതുകൊണ്ട് തന്നെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഈ പഴം അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടുണ്ടേനു. തൊലി കണ്ടാൽ പറയില്ലെങ്കിലും ഉള്ളിൽ നല്ലപോലെ പഴുത്തിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അതവിടെ ആവുന്ന നേരം കൊണ്ട് ഇത് നട്ട്സൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ഒരു ബാർക്കോ ബുറാക്ക് അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ അവിടെയുള്ള ആൾ. പിന്നെ അത് ആ നട്ട്സൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും പഴം നല്ലപോലെ വെന്തിട്ടുണ്ടേനു. അപ്പം ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ട് കുറച്ച് എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ പഴം നല്ല ചൂടുണ്ടേനു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചൂടോടെ തന്നെ അത് കട്ട് ചെയ്ത് വെച്ചു. കാരണം തേങ്ങ ഓൾറെഡി ഫ്രോസൺ ആയതുകൊണ്ട് അപ്പം അതിൻ്റെ മുകളിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ചൂടാറിക്കോട്ടെ എന്നല്ല, തേങ്ങൻ്റെ തണുപ്പൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അതങ്ങനെ പോകുന്ന തണുപ്പൊന്നുമല്ല. അതുകൊണ്ട് ഞാനതൊന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്തു. ഞാൻ കുറച്ച് പഞ്ചസാരയും തേങ്ങ അത്യാവശ്യം നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഇടാത്ത കുറച്ച് പഴം മാറ്റി വെച്ചു. എനിക്ക് തേങ്ങ ഇട്ട പഴം വലിയ ഇഷ്ടമില്ല. പിന്നെ അതാ നമ്മൾ എഗ്ഗൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മക്കളെ വിളിക്കുമ്പം ഒരു രണ്ടാളും കളിക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഡിസൈൻ. ഒരാഴ്ച ആയിട്ട് കാത്തിരുന്ന മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. ഇതുകൊണ്ട് നമുക്ക് ബിൽഡിങ്സ്, ട്രീ അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ അതാ ജമാൻ എണീറ്റിട്ടില്ല. ഓൻ എണീക്കുന്ന നേരം കൊണ്ട് നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരം കൊണ്ട് ഓൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ.